ഫെബ്രുവരി 25 ബഹിരാകാശ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 1972 ഫെബ്രുവരി 25-നാണ് ചന്ദ്രനിലെ മണ്ണിന്റെ ഒരു സാമ്പിൾ ആദ്യമായി ഭൂമിയിലേക്ക് എത്തിച്ചത്. ഈ അത്ഭുതകരമായ നേട്ടം സോവിയറ്റ് യൂണിയന്റെ ലൂണ 20 മിഷനിലൂടെയാണ് സാധ്യമായത്. 1972 ഫെബ്രുവരി 25-ന് മോസ്കോ സമയം രാത്രി 7 മണി കഴിഞ്ഞ് 12 മിനിറ്റിന് കസാഖ്സ്ഥാനിലെ ദിസസ്കാസ്ഗാൻ നഗരത്തിന് 40 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ലൂണ 20 ഓട്ടോമാറ്റിക് സ്റ്റേഷന്റെ മടക്ക ഘട്ടം ഒരു സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ഈ ചെറിയ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനിൽ നിന്ന് വെറും 55 ഗ്രാം മണ്ണാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഈ 55 ഗ്രാം ശാസ്ത്രലോകത്തിന് ഒരു വലിയ സമ്മാനമായിരുന്നു. ഈ മണ്ണ് ഇളം ചാരനിറത്തിലുള്ളതും അയഞ്ഞതും വൈവിധ്യപൂർണ്ണവുമായ ഒരു മെറ്റീരിയൽ ആയിരുന്നു. പ്ലന്റി കടലിൽ നിന്നുള്ള റെഗോളിത്തിനെ അപേക്ഷിച്ച് ഇത് വളരെ ഭാരം കുറഞ്ഞതായിരുന്നു. ലൂണ 16-ന്റെ മണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ ഉരുകിയ കണങ്ങൾ കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ലൂണ 20-യുടെ റെഗോളിത്തിന്റെ ഇളം നിറം ശാസ്ത്രജ്ഞർക്ക് ഒരു പുതിയ കണ്ടെത്തലായി. ആൽബിഡോ പഠനങ്ങൾ ഈ നിറത്തിന്റെ പ്രത്യേകത സ്ഥിരീകരിച്ചു. ലൂണ 16, അപ്പോളോ 11, അപ്പോളോ 12 എന്നിവ തിരികെ കൊണ്ടുവന്ന സാമ്പിളുകളെ അപേക്ഷിച്ച് ലൂണ 20-യുടെ മണ്ണിന് ആൽബിഡോ വാല്യൂ കൂടുതലാണ്. അതായത് ഈ മണ്ണ് കൂടുതൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു എന്നർത്ഥം. ഈ കണ്ടെത്തൽ ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിമറിച്ചു.